ഗുജറാത്തിൻ്റെ താഴ്ഭാഗത്തുനിന്ന് അഥവാ താപ്തി നദിയുടെ ഇങ്ങേക്കരയിൽ നിന്ന് അറബിക്കടലിന് സമാന്തരമായിട്ട് വലിയൊരു പർവ്വതനിര നീണ്ടു കിടക്കുന്നുണ്ട്. പേര് നിങ്ങൾക്കറിയാം, പശ്ചിമഘട്ടം. ആ പശ്ചിമഘട്ടം തമിഴ്നാട് എൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒറിജിനൽ എൻഡിങ് തമിഴ്നാടല്ല, പക്ഷേ തമിഴ്നാട് എൻഡ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അതിനെ പറയുന്ന പേരാണ് നീലഗിരി ഹിൽസ്. ആ നീലഗിരി ഹിൽസിൽ ഏറ്റവും ഉയരം കൂടിയ ഒരു പീക്കുണ്ട്, കൊടുമുടി, ദൊഡ്ഡാപേട്ട. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. നീലഗിരി ഹിൽസിൻ്റെ പ്രത്യേകത അറിയാം. 3 സംസ്ഥാനങ്ങളുടെ ട്രൈ ജംഗ്ഷൻ, തമിഴ്നാട്, കേരളം, അതുപോലെ തന്നെ കർണാടക. ഈ 3 സംസ്ഥാനങ്ങളുടെ ഒരു ട്രൈ ജംഗ്ഷനാണ് ആക്ച്വലി നമ്മുടെ നീലഗിരി ഹിൽസ്. അപ്പോൾ ഈ നീലഗിരി ഹിൽസിൽ ഒരുപാട് പീക്കുണ്ട്. അതിലേറ്റവും ഉയരം കൂടിയൊരു പീക്കുണ്ട്. ഊട്ടിയിൽ നിന്ന് തിരിഞ്ഞിട്ട് കോത്തഗിരി റോട്ടിന്, കോടനാട് വ്യൂ പോയിൻ്റുള്ള റോഡില്ലേ, അതിലൂടെ അങ്ങനെ കയറി മുകളിലേക്ക് എത്തും. സാധാരണ പീക്ക് നാലിക്കുമ്പോൾ നടന്നു കയറുന്നൊരു ചിന്തയാണ്, പക്ഷേ ഇവിടെ വണ്ടി ഏറ്റവും മുകളിലേക്ക് വാഹനങ്ങളൊക്കെ എത്തുന്ന ഒരു പീക്ക്. എനിക്ക് തോന്നുന്നു 2600 മീറ്ററിലേറെ ഉയരമുള്ള ഒരു പീക്ക്. ഇവിടുത്തെ ഒരു പ്രത്യേകത അറിയോ? അതായത് നല്ല തണുത്ത കാറ്റ്, കോടമഞ്ഞ് ഇങ്ങനെ സഫാരിക്ക് ഇറങ്ങിയതുപോലെയുള്ളൊരു ഫീലിംഗ് നമുക്ക് വരും. നല്ല തണുപ്പ്, നല്ല തണുത്ത കാറ്റ്, നല്ല കോടമഞ്ഞ്. ഇവിടെ നിന്ന് ചുറ്റും നോക്കിയാൽ ഫുൾ കാഴ്ചകളാണ്. ഊട്ടിയുടെ കാഴ്ചകൾ, അതുപോലെ തന്നെ നീലഗിരി ഹിൽസിൻ്റെ കാഴ്ചകളൊക്കെ. അപ്പം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു, പശ്ചിമഘട്ടത്തിൻ്റെ എൻഡിങ് ഒരിക്കലും നീലഗിരി ഹിൽസ് അല്ല. നീലഗിരി ഹിൽസ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു 40 മുതൽ 45 കിലോമീറ്റർ വരെ പശ്ചിമഘട്ടമില്ല. പിന്നെ ഉള്ളതാണ് ആനമല. ആനമലയ്ക്ക് ആ പേര് വരാൻ കാരണം ആനകളുടെ ഒരു കോറിഡോറൊക്കെ ഉള്ള, ആനകൾ സുലഭമായിട്ടുള്ളൊരു കുന്നായതുകൊണ്ടാണ് ആനമലക്ക പേര് വരാൻ കാരണം. അതിനപ്പുറം ഏലമലക്കാടുകൾ, നമ്മളെ ഇടുക്കിയൊക്കെ ഉൾപ്പെടുന്ന ഏലമലക്കാടുകൾ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, പശ്ചിമഘട്ടം എൻഡ് ചെയ്യുന്നത് ഏലമലക്കാടുകളിലാണെങ്കിലും നീലഗിരി കഴിഞ്ഞിട്ടൊരു 40 മുതൽ 45 കിലോമീറ്റർ വരെയുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിന് പറയുന്ന പേരാണ് പാലക്കാട് ചുരം. ചുരം എന്ന് കേട്ടാൽ നമ്മൾ കയറുന്ന പോലെ ഫീൽ ചെയ്യും. ആക്ച്വലി ഇത് ഒരു ഗ്യാപ്പാണ്, പശ്ചിമഘട്ടത്തിൻ്റെ ഗ്യാപ്പാണ് പാലക്കാട് ഗ്യാപ്പ്, അല്ലെങ്കിൽ പാലക്കാട് ചുരം എന്ന് പറയും. അതിലൂടെ തമിഴ്നാട്ടിലേക്ക് റെയിൽവേ പാതയും അതുപോലെ തന്നെ റോഡ് മാർഗങ്ങളുള്ള കുറേ പാതകളൊക്കെ ഉണ്ട്. എന്തായാലും ദൊഡ്ഡാപേട്ട മസ്റ്റായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഊട്ടിയിൽ നമ്മൾ പോവും, ലേക്ക് കാണും, ബൊട്ടാണിക്കൽ ഗാർഡൻ കാണും, അങ്ങനെ പലതും കാണും. പക്ഷെ നിർബന്ധമായിട്ടും ദൊഡ്ഡാപേട്ട അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ്. എന്തായാലും പറഞ്ഞു, ഊട്ടിയിൽ നിന്ന് തിരിഞ്ഞിട്ടാണ് നമ്മൾ ദൊഡ്ഡാപേട്ടയ്ക്കുള്ള ആ ഒരു റൂട്ട് എന്ന് പറഞ്ഞു. ആ റൂട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട 2 സ്ഥലങ്ങളുണ്ട്. പൊതുവിൽ ഒരു സ്ഥലം എല്ലാവരും പോയിട്ടുണ്ടാവും. ഒന്നാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ ടീ ഫാക്ടറിയാണ്. അപ്പോൾ ടീ ഫാക്ടറിയിൽ പിന്നെ പൊതുവിൽ എല്ലാവരും പോയിട്ടുണ്ടാവും. പക്ഷേ ആ ടീ ഫാക്ടറിക്ക് കയറുന്ന ആ റോഡുണ്ടല്ലോ, ആ റോഡിലൂടെ ഇങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയിട്ട് ചെറിയൊരു കാട്ടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോയിട്ട് പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞാൽ ഒരു ദർഗ എത്തും. ഒരു ദർഗ എന്ന് പറഞ്ഞാൽ അവിടെ ഖബറടക്കിയ ആളുടെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മല്ല. ഏതായാലും ദർഗക്ക് 100 വർഷത്തെ പഴക്കമുണ്ട്. അവിടെ ഖബറടക്കപ്പെട്ട ഖബറിന് 400 വർഷത്തെ പഴക്കമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അബുദാബിന്നോ ഏതോ വിദേശ രാജ്യത്ത് നിന്ന് കുടുംബസമേതം ഇങ്ങോട്ട് കുടിയേറി പാർത്ത ആൾക്കാരാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല രസമാണ് ആ കാഴ്ച തന്നെ. അപ്പം അവിടെ 5:30 വരെ അവിടേക്ക് പ്രവേശനമുള്ളൂ. ഈ 5:30 വരെ പ്രവേശനം ഉണ്ടാവാൻ കാരണം പുലിയും കരടിയും കാട്ടിയും മാനുകളൊക്കെ ഇറങ്ങുന്ന, വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ്. അപ്പം അതും കൂടി ഒന്ന് കഴിയുമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം. ഒരു കാര്യം കൂടി ഓർക്കുക, ഞാൻ പറഞ്ഞു പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് നീലഗിരി ഹിൽസ്. ആ നീലഗിരി ഹിൽസിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ദൊഡ്ഡാപേട്ട. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ആനമുടി മൂന്നാറിലാണ് ആനമുടി. അതും കൂടി ഒന്ന് ജസ്റ്റ് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രം.